ഹരിതാഭമായ പ്രകൃതിയെയും ഗോത്ര സംസ്കൃതിയുടെ നിറവുകളും അവതരിപ്പിക്കുന്ന സിനിമ ദൈവത്താൻ കൊന്ന് പ്രേക്ഷകർക്ക് മുന്നിലെത്തി. ദേശീയ അവാർഡ് നേടിയ ബ്ലാക്ക് ഫോറസ്റ്റ്, അങ്ങ് ദൂരെ ഒരു ദേശത്ത് എന്നീ ചിത്രങ്ങൾക്ക് ശേഷം സംവിധായകൻ ജോഷി മാത്യുവും നിർമ്മാതാവ് ബേബി മാത്യു സോമന്തരവും ഒന്നിക്കുന്ന ചിത്രമാണ് ഇത്. ആദിവാസി ഗോത്രത്തിലെ മനുഷ്യരുടെ വിശ്വാസ പൈതൃകത്തിൽ നിന്ന് രൂപപ്പെടുത്തിയ മിത്തിനെ പശ്ചാത്തലമാക്കിയുള്ള സിനിമ 4 കുട്ടികളിലൂടെയാണ് ആസ്വാദകർക്ക് ഹൃദ്യമാകുന്നത്. ഗോത്രത്തെ കാത്തു സംരക്ഷിക്കുന്ന തമ്പാന്റെ രൂപത്തിലെത്തുന്ന പുതിയ കാലത്തിന്റെ പ്രതീകമായ ഡോക്ടർ നാട്ടറിവുകളുടെ സംരക്ഷകനാകുന്നു. പ്രകൃതിയെയും സമ്പന്നമായ പൈതൃകങ്ങളെയും സംരക്ഷിക്കണമെന്ന സന്ദേശമാണ് സിനിമ നൽകുന്നത്. ഇത് ശരിക്കും എൻ്റെ തന്നെ കഥയാണ്. സ്ക്രിപ്റ്റ് കാണുകയല്ല ഇത്. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് വർക്ക് ചെയ്യുകയായിരുന്നു. ഒരു 20 പ്രാവശ്യമെങ്കിലും തിരുത്തിയിട്ടുണ്ട്. കാരണം ശ്രീപാർവതി നല്ല നോവലിസ്റ്റാണ്, ഡിറ്റക്റ്റീവ് ഇതൊക്കെ നന്നായിട്ട് എഴുതും. പക്ഷേ ആദ്യമായിട്ടാണ് സിനിമയ്ക്ക് സ്ക്രിപ്റ്റ് എഴുതുന്നത്. അപ്പോൾ അതിൻ്റേതായ അവരുടെ അറിവ് കുറവുണ്ട്, എൻ്റെ അറിവ് കുറവുണ്ട്. ഇത് രണ്ടും നമ്മൾ റെക്ടിഫൈ ചെയ്യണം. കോട്ടയം, ഈരാറ്റുപേട്ട, വാഗമൺ എന്നിവിടങ്ങളിലെ പ്രകൃതിയെ അതിമനോഹരമായി പകർത്തിയിരിക്കുന്ന സിനിമ ഇതുവരെ ശ്രദ്ധിക്കപ്പെടാതെ പോയ ടൈഗർ കേവിനെയും സാഹസികമായി പ്രേക്ഷകർക്ക് മുന്നിലെത്തിക്കുന്നുണ്ട്. കച്ചവട സിനിമകൾക്കിടയിൽ കലാമൂല്യമുള്ള നല്ല സിനിമ എന്ന നിലയിലാണ് സോമ ക്രിയേഷൻസ് ചിത്രം അവതരിപ്പിക്കുന്നത്. ഇതിന്റെ സബ്ജക്റ്റ് ഡയറക്ടർ ജോഷി മാത്യു ചേട്ടൻ പറഞ്ഞപ്പോൾ സബ്ജക്റ്റ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അത് തന്നെയാണ് പ്രധാന കാരണം. പിന്നെ അതിലെ ലൊക്കേഷൻസും ഒക്കെ എനിക്ക് വളരെ ഇഷ്ടമുള്ള സ്ഥലമാണ്. ഈ വാഗമൺ, മൂന്നാർ, വയനാട് അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ അവിടെ വെച്ചാണ് ഷൂട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. പിന്നെ ഇതിന് നല്ലൊരു മെസ്സേജ് പ്രത്യേകിച്ച് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന, കുട്ടികൾക്ക് മാത്രമല്ല ഫാമിലിക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു മെസ്സേജ് അതിനകത്തുണ്ട്. അതുകൂടി ഇതിനകത്തൊരു പ്രധാന ഘടകമായിരുന്നു. ദിനേശ് പ്രഭാകർ, ആർട്ടിസ്റ്റ് സുജാതൻ, ഹരി നമ്പൂതിരി, സോമു മാത്യു, സതീഷ് തുരുത്തി, ജിൻസി, അമ്പിളി തുടങ്ങിയവരോടൊപ്പം ബാലതാരങ്ങളായ മുന്നസ്തുതി, അർണവ്, ദേവിക, ലിപിക തുടങ്ങിയവരും വേഷമിടുന്നു. പ്രധാന കഥാപാത്രത്തിൽ കുട്ടികളുടെ സിനിമയാണ്. ആക്ച്വലി ചിൽഡ്രൻസ് മൂവിയാണ്. ഇതിനു മുമ്പ് ബ്ലാക്ക് ഫോറസ്റ്റ് എന്ന് പറഞ്ഞൊരു മൂവിയും കുട്ടികളുടെ മൂവിയായിട്ട് തന്നെ ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, കൊമേഴ്ഷ്യൽ സിനിമയുടെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ ഇത്തരം പ്രോജക്റ്റുകൾ ഞാൻ വേറെയും ഒത്തിരി പേരോടുകൂടെ സഹകരിക്കാറിലാണ്. എനിക്കിഷ്ടമാണ് അങ്ങനെയുള്ള പ്രോജക്റ്റുകൾ. പ്രത്യേകിച്ച് ജോഷി സാറാകുമ്പോൾ ഒരു ഫാമിലി ഫ്രണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കംഫർട്ടബിൾ ആയിരുന്നു. പിന്നെ എനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ട, ഞാൻ ഒരു നേച്ചർ ലവറാണ്, എപ്പോഴും ട്രാവൽ ചെയ്യുന്ന ആളാണ്. കുറേ ഇതുപോലത്തെ കാണാത്ത സ്ഥലങ്ങൾ കാണാനും മല കയറാനൊക്കെ നടക്കുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് ഈ സബ്ജക്റ്റ് പറയുമ്പോൾ എനിക്ക് കൂടുതൽ ഇഷ്ടമായി. അപ്പം ഞാൻ തന്നെ ഇതിൽ കുറേ ലൊക്കേഷൻസൊക്കെ അങ്ങോട്ട് സജസ്റ്റ് ചെയ്ത് ആരും പോകാത്ത സ്ഥലങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അങ്ങനെ കുറേ വിഷ്വലി കുറച്ചും കൂടി നന്നാക്കി എടുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളുണ്ടായിരുന്നു. നോവലിസ്റ്റ് ശ്രീപാർവതിയാണ് ചിത്രത്തിന്റെ രചന. രാജേഷ് പീറ്റർ ഛായാഗ്രഹണം. ഗാനങ്ങൾ അൻവർ അലി, സ്മിത പിഷാരടി എന്നിവരും. സംഗീതം മോഹൻ സിത്താരയും നിർവഹിക്കുന്നു. പട്ടണം റഷീദാണ് മേക്കപ്പ്. ഇടപ്പള്ളി വനിതാ തിയേറ്ററിൽ ക്ഷണിക്കപ്പെട്ട സദസ്സിന് മുന്നിലായിരുന്നു സിനിമയുടെ പ്രദർശനം. ഫിലിം ഫെസ്റ്റിവലുകളിൽ സജീവ ചർച്ചയാകുന്ന ചിത്രം താമസിയാതെ തിയേറ്ററുകളിലെത്തും. ന്യൂസ് ഡെസ്ക് ജീവൻ.